ആര് പറഞ്ഞു ചടങ്ങ് മാറ്റിവെച്ചെന്ന്? ചടങ്ങൊന്നും ഇവിടെ ആരും മാറ്റിവെച്ചിട്ടില്ല. മാറ്റിവെക്കാന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അച്ഛനെ തിരികെ വിളിച്ചോണ്ട് വരാൻ ധനുഷും സന്ദീപും പോയിട്ടുണ്ട്. അവരുടനെ തന്നെ അച്ഛനായിട്ട് തിരിച്ചെത്തും. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സച്ചിയുടെ സ്വഭാവം. ചിന്തിക്കാതെ ആലോചിക്കാതെ എടുത്തു ചാടി ഓരോന്ന് തീരുമാനിക്കും. എന്നിട്ട് അച്ഛൻ എന്തേലും എതിർപ്പ് പറയുമ്പോ ഇങ്ങനെ വാശി പിടിക്കും. ഇത് ശരിയല്ലെന്ന് നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്നെ ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതിന്റെ പേരില് മാറ്റിവെക്കേണ്ട ഒരു ചടങ്ങല്ല ഇത്. അമ്മേ, അനുവേട്ടാ, നിങ്ങൾ അകത്തേക്ക് തന്നെ. അർച്ചന മുറിയിൽ ആകെ വിഷമിച്ചിരിക്കുക. അമ്മേ, കുത്തിത്തിരിപ്പുണ്ടാക്കി അച്ഛന്റെ മനസ്സിൽ വിഷം നിറച്ചത് നിങ്ങളാണെന്ന് എനിക്കറിയാം. നന്ദേട്ടന് ഈ അവസ്ഥയിലായി പോയത് നിങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിലേ ഇതിനുള്ള മറുപടിയെ നന്ദേട്ടൻ തന്നെ തരുമായിരുന്നു. നിങ്ങളുടെ എല്ലാ ഉടായ്പകളും അറിയാമായിരുന്നിട്ടും ഞാനും അർച്ചനയും അതെല്ലാം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് നിങ്ങളും നന്ദേട്ടനും ഒരുമിച്ച് ജീവിക്കണമല്ലോ എന്ന് കരുതിയിട്ടാ. എല്ലാം മറന്ന് നന്ദേട്ടൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നോണ്ടാ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. ഒരു കാര്യം ഞാൻ അവധിയെടുത്തോട് പറയാം, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഏട്ടത്തി എന്ന ബഹുമാനത്തോടു കൂടി മാത്രമേ ഇന്ന് വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ളൂ. എന്റെ ഭാര്യയോടും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടും നിങ്ങൾ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ നിങ്ങളോട് ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇതിനകത്ത് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഏട്ടത്തി എന്ന സ്ഥാനം ഞാൻ മറന്നെന്ന് വരും. അതുകൊണ്ട് അവരവരുടെ ബഹുമാനത്തിനനുസരിച്ചുള്ള സ്ഥാനത്ത് നിൽക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇനി എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അത് ശരി. അപ്പൊ പഴയ കണക്കുകളൊക്കെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ചെന്നെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ്. ഏതുവരെ പോകും നോക്കാം. എന്തൊക്കെയാ മോളെ ഇവിടെ സംഭവിക്കുന്നത്? സേതുവേട്ടൻ എന്താ പറ്റിയത്? സംഭവിച്ചത് എന്താന്ന് അവന്തിക പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അങ്കിളിന് ആഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ ചടങ്ങ് നടത്താൻ പോയത്? അങ്കിള് പറഞ്ഞതിൽ ന്യായമില്ലേ? നമ്മുടെ കമ്പനിയില് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഇവിടെ ആഘോഷം സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ കേട്ട എന്ത് പറയും അമ്മ? ഈ ചടങ്ങ് മാറ്റി വെക്കുന്നതായിരുന്നു നല്ലത്. നീയൊന്നും മിണ്ടാതിരിക്കുവോ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഡി, കുത്തുവാക്ക് പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കാണോ നീ ഒരുങ്ങിക്കിട്ട് ഇങ്ങോട്ട് വന്നത്? ഓ, ഞാനൊന്നും പറയുന്നില്ല. കേട്ടപ്പോ അങ്കിളിന്റെ ഭാഗത്ത് ന്യായം ഒന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓ, ഈ ചടങ്ങ് നടത്തണ്ടെന്ന് ഞാനും പറഞ്ഞതാ അമ്മേ. പക്ഷേ സച്ചേട്ടൻ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് പേരിനൊരു ചടങ്ങെങ്കിലും നടത്തണമെന്ന് സച്ചേട്ടൻ വാശി പിടിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും സന്ദീപൻ ധനുഷൻ സേതുവേട്ടനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. അവര് വരട്ടെ മോളെ. ഇനിയിപ്പോ സേതുവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഈ ചടങ്ങ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. സച്ചിയോട് ഞാൻ പറഞ്ഞോളാം. അങ്കിളിന്റെ ആഗ്രഹത്തിന് എതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഇപ്പൊ അങ്കിൾ ഇറങ്ങിപ്പോയത്. അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു.
നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി നീ അഭിപ്രായമൊന്നും പറയരുത്. ഈ വീട്ടിലെ കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളൂ. മനസ്സിലായോ? ആ അങ്ങനെ തീരുമാനിച്ചതുകൊണ്ടാ ഇപ്പൊ എല്ലാം മുടങ്ങിയത്. നേരത്തെ ഇത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഈ വരവെങ്കിലും ഒഴിവാക്കായിരുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടുത്തെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും നിനക്കെന്താ അവകാശം? നമ്മൾ വന്നതേ ഈ ചടങ്ങിൽ പങ്കെടുക്കാനാ. എന്നിട്ടിപ്പോ ആ ചടങ്ങ് എവിടെ പോയി? നടന്നാലും ഇല്ലെങ്കിലും ഇതുപോലുള്ള അനാവശ്യങ്ങൾ ഇനിയും നിന്റെ വായിന്ന് വന്നാ നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. അനുപേട്ട വേണ്ട, ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഇങ്ങനൊരു ചടങ്ങ് നടക്കാനുള്ള ഭാഗ്യം എനിക്കില്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? എല്ലാം എന്റെ വിധിയാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. നീ അങ്ങനെ ഒന്നും വിചാരിച്ച് വിഷമിക്കണ്ട. എല്ലാം നടക്കും മോളെ. നോക്കിക്കോ, സേതുവേട്ടനെ കൊണ്ട് അവരിപ്പം ഇങ്ങെത്തും. എന്റെ മോളെ, പിണങ്ങിപ്പോയാലും സേതുവേട്ടൻ എവിടം വരെ പോകാനാ? അമ്മയും അനൂപേട്ടനും കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. സച്ചി അർച്ചനയും ചെയ്തത് തെറ്റ് തന്നെയാ. ഈ ചടങ്ങ് മാറ്റി വെക്കേണ്ടത് തന്നെയായിരുന്നു. വെറുതെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട. സത്യം അങ്ങനെ ഇല്ലാതാകുന്ന ഒന്നല്ല. അച്ചു, നീ അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നീ ഈ അവസ്ഥയിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവരുത്. അനുപേട്ടൻ സച്ചിയുടെ അടുത്തേക്കൊന്ന് ചെല്ല. പാവം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കായിരിക്കും. അച്ഛൻ ഇറങ്ങിപ്പോയതിന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ആ പാവത്തിനെയാണ്. എന്താ അമ്മ, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് മഹാപാപവും ചെയ്ത്? മോളെ, നീ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. ഇത് മോളുടെ കുറ്റമൊന്നുമല്ല. സേതുവിന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഗർഭിണിയായിരിക്കുന്ന മോളുടെ അവകാശം തന്നെയായി വളകാപ്പ്. അതും ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോ. പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തണമെന്ന് സച്ചി വാശി പിടിക്കുന്നതിൽ അവനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? പ്രായവും അനുഭവം കൂടുതലുള്ള ആളല്ലേ സേതുവേട്ടൻ. ഇങ്ങനെ എടുത്തു ചാടി ഇറങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. സേതുവേട്ടൻ എനിക്ക് വരട്ടെ, എനിക്കും ചിലത് പറയാനുണ്ട്. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അതൊരു പ്രശ്നമാവരുത്. ഒരു പ്രശ്നവും ഇല്ല. അതെ, വളകാപ്പ് ചടങ്ങ് നടത്തുന്നതിനെ പെണ്ണിന്റെ വീട്ടുകാർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അമ്പലം എത്തിയല്ലോ. നിർത്ത്. റിവേഴ്സ് വാ. ദേ അച്ഛൻ.
അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അച്ഛന്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മറ്റെല്ലാത്തിനേക്കാളും നമുക്ക് പ്രധാനം അർച്ചനടുത്തിലെ വളകാപ്പ് ചടങ്ങാ. സന്തോഷത്തോടെ ആ ചടങ്ങ് നടത്തേണ്ടത് നമ്മുടെ കടമയാ. അതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമാ. എന്ത് പിണക്കത്തിന്റെ പേരിലായാലും അച്ഛൻ ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരണം. അല്പം സമാധാനം കിട്ടാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും എന്നെ ശല്യപ്പെടുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം? അച്ഛാ, അച്ഛനില്ലാതെ ചടങ്ങ് വേണ്ടെന്ന് വാശി പിടിച്ചിരിക്കുക അർച്ചനെടുത്തി. അച്ഛാ, ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല. അമ്മയെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പോരില്ലായിരുന്നു. ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബം നൽകുന്ന ഏറ്റവും വലിയ ആദരവാ ഈ വളകാപ്പ് ചടങ്ങ്. അർച്ചനടുത്ത് നമ്മുടെ വീട്ടിൽ വന്നത് മുതൽ അച്ഛന്റെ സ്നേഹം മാത്രമല്ല, ഒരു അമ്മയുടെ വാത്സല്യം കൂടി എനിക്ക് ഏട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കതറിയാം. ആ അച്ഛനാണോ അർച്ചനടുത്തോട് ഇങ്ങനെ പെരുമാറുന്നത്? മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് ഇപ്പൊ വേദനിക്കുന്നുണ്ടാവും അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഓർത്ത്. അച്ഛനോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നാലും സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ അച്ഛൻ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് ആ വീട്ടിൽ. 100% ആത്മാർത്ഥതയോടെ ഞാൻ ആ സ്ഥാനത്തോട് നീതി പുലർത്തിയിട്ടുമുണ്ട്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദയവ് ചെയ്ത് അച്ഛൻ മടങ്ങി വരണം. ആ ചടങ്ങിൽ പങ്കെടുക്കണം. ഞങ്ങളുടെ എല്ലാവരുടെ അപേക്ഷയാ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും നെല്ലിശ്ശേരിയിലേക്ക് ഈ ചടങ്ങ് കഴിഞ്ഞ് മാത്രമേ ഞാൻ തിരിച്ചു വരൂ. ഹലോ, ആ സന്ദീപേ, അച്ഛനെ കണ്ടോ? കണ്ടു. അമ്പലത്തിലുണ്ട്. പക്ഷേ അച്ഛൻ ചടങ്ങ് കഴിഞ്ഞിട്ടേ വരുന്നു എന്നാ പറയുന്നത്. നീ അച്ഛന് ഫോൺ കൊടുക്ക, ഞാൻ സംസാരിക്കാം. അച്ഛാ, സച്ചിയുടെ ലൈനിലുണ്ട്. അച്ഛനോട് സംസാരിക്കണം. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ട. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി. അത് അച്ഛൻ തന്നെ സച്ചിനോട് പറഞ്ഞു. നീ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ പൊയ്ക്കോ. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വന്നേക്കാം. അങ്ങനെ വാശി പിടിക്കില്ല അച്ഛാ. ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അച്ഛൻ്റെ മോനോടല്ലേ സംസാരിക്കുന്നത്. നിനക്കെന്താ വേണ്ടത്? ഇവിടെയും സമാധാനം തരില്ലെന്നാണോ? അതൊക്കെ അച്ഛൻ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അച്ഛൻ അവരുടെ കൂടെ തിരിച്ചു വരണം. അച്ഛൻ വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ചടങ്ങ് നടത്തൂ. ഇപ്പൊ വാശി പിടിക്കുന്നത് നീയാണ്. ഞാനില്ലെന്ന് കരുതി എന്താണ് കുഴപ്പം? ചടങ്ങ് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഞാനങ്ങ് എത്തിക്കോളാം. ചടങ്ങ് നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ പറ്റില്ലെന്ന് വാശി പിടിച്ചിരിക്കുക അർച്ചന. അച്ഛൻ വന്നേ പറ്റൂ. അച്ഛനില്ലാതെ ഞാൻ ഈ ചടങ്ങ് നടത്തില്ല. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. എൻ്റെ തീരുമാനം ഇതാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം. അരമണിക്കൂർ കൂടി അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്നില്ലെങ്കിൽ അർച്ചനയും കൂട്ടി
ഇപ്പൊ തന്നെ ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. എങ്ങോട്ട്? ഏതെങ്കിലും വാടക വീട്ടിലേക്ക്. പിന്നെ ഒരിക്കലും ഞങ്ങള് നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വരില്ല. നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, അർച്ചനയുടെ കൂടി തീരുമാനം. ഇതിനേക്കാൾ വലിയൊരു മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല. ഈ ചടങ്ങിൽ അച്ഛൻ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അച്ഛൻ ഞങ്ങളെയൊക്കെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ പിന്നെ എന്താ അർത്ഥം? വരുന്നില്ലെങ്കിൽ അച്ഛൻ വരണ്ട. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാനും അർച്ചനയും ഈ വീട്ടിലുണ്ടാവില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്തു വേണമെന്ന് അച്ഛന് തീരുമാനിക്കാം. അച്ഛനെന്ത് തീരുമാനിച്ചു? ഏട്ടത്തി, 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 ദേ അങ്കിൾ എത്തി. സന്ദീപും ധനുഷും കൂടെ അങ്കിളിനെ കൊണ്ടുവന്നത്. അച്ഛാ, അച്ഛാ, എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛൻ എന്റെ കൂടെ വേണമെന്ന് മാത്രം. അച്ഛന് മക്കളെ പോലെ പ്രിയപ്പെട്ടവളാണ് ഞാനും എന്നല്ലേ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. ആ എന്റെ ജീവിതത്തിലെ ഈ നല്ല ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അച്ഛൻ എങ്ങനെയാ മനസ്സ് വന്നേ? അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ ഈ ചടങ്ങ് എനിക്ക് വേണ്ട. എന്താ അച്ഛാ അച്ഛൻ എന്നോടൊരു വാക്ക് പോലും മിണ്ടാത്തെ? എന്റെ അച്ഛൻ അത്രയ്ക്ക് വെറുത്തു പോയോ? എനിക്കാരോടും ഒരു വെറുപ്പുമില്ല. പറയാനുള്ളതൊക്കെ എല്ലാരോടും ഞാൻ മുമ്പേ പറഞ്ഞതാ. എന്റെ മാനസികാവസ്ഥ കൂടി എന്റെ മക്കള് കണക്കിലെടുക്കണമായിരുന്നു. അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കുഞ്ഞായത്. അച്ഛന്റെ പേരക്കുട്ടിയാ ഇവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ അമ്മ ഇതുപോലെ ഗർഭിണിയായിരുന്നപ്പോ അച്ഛൻ വളകാപ്പ് ചടങ്ങ് നടത്തിയതല്ലേ. അന്ന്
ആരെങ്കിലും അത് നിഷേധിച്ച അച്ഛനത് അംഗീകരിക്കുമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് ആ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ അല്ല, എന്റെ ഭാര്യയുടെയും ഈ കുഞ്ഞിന്റെയും തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അച്ഛൻ പറയും, ഈ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയല്ലേ ഈ വളകാപ്പ് ചടങ്ങ്? അച്ഛൻ അച്ഛൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? അതുമാത്രമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ.